हमारा केरला जनता के लिए एक संदेश देते हैं. ഒരു സന്ദേശമായിട്ട് ഇതിനെ കണക്ക് കൂട്ടിയാൽ മതി. കാരണം നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഒരു മനുഷ്യൻ്റെ ഒരു സാലറി കൊണ്ട് ഒരു കുടുംബത്തിൽ എത്രയോ പേർ ജീവിക്കുന്നു. 2 സാലറിയുള്ള ആൾക്കാരില്ല, ഗവൺമെൻറ് ജോലിയുള്ളവരില്ല, ഡെയിലി വേസ് അല്ലെങ്കിൽ നിത്യ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് പഴയ കാലത്തെ കണക്ക് സാലറി ഇല്ല. കാരണം ഇപ്പോൾ എല്ലാം കമ്പനിയുടെ ഓരോ നോമിനികൾ, ഒരു കമ്പനിയുടെ ഓരോ നോമിനികളെയും ചുമതലപ്പെടുത്തിയിട്ട് നക്കാപ്പിച്ച പൈസ കൊടുത്ത് ആ പൈസ കൊണ്ട് ഒരു സാലറി കൊണ്ട് എങ്ങനെ ജീവിക്കും? കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രകാരമാണെങ്കിൽ ഇവിടെ ഒരു ജോലിയും ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടെന്നാൽ ലേബർ പണി നിർത്തിക്കഴിഞ്ഞാൽ രാജ്യം മൊത്തം സ്തംഭിക്കല. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സ്ഥാപനങ്ങളിൽ വില വിവര പട്ടിക പോലുമില്ല, പ്രദർശിപ്പിക്കുന്നില്ല. ക്വാളിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും വിൽക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സംവിധാനം, ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ റൂം മാത്രമുണ്ട്, ഉദ്യോഗസ്ഥനുണ്ട്, അത് പരിശോധിക്കാൻ ആളില്ല. വിവര പട്ടിക പ്രദർശിപ്പിക്കാറില്ല. എല്ലാം കൂടിയ 1-ാം നമ്പർ ക്വാളിറ്റി സാധനം മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അങ്ങനെ കുറേ സംവിധാനമുണ്ട്. പാവപ്പെട്ടവനും പണക്കാരനും ജീവിക്കാനുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. അതാണ് സംവിധാനം. അപ്പം ഭരണഘടന പ്രകാരമല്ല ഈ രാജ്യം ചലിക്കുന്നത്, ഓരോ സ്റ്റേറ്റും ചലിക്കുന്നത്. ഓരോ സ്റ്റേറ്റിലെയും ഉദ്യോഗസ്ഥന്മാർ എനി എംപ്ലോയി അങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം രാജ്യം എങ്ങോട്ട് സഞ്ചരിക്കുന്നു? പണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം പറയാറുണ്ട്, നിങ്ങൾ നോക്കൂ ചൈനയിൽ, നിങ്ങൾ നോക്കൂ റഷ്യയിൽ. ഇപ്പോൾ ഓരോ രാജ്യക്കാർ ചൂണ്ടിക്കാണിക്കും. എന്താ? ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. ഇന്ത്യയുടെ സ്വച്ഛാധിപത്യ ഭരണ സംവിധാനമാണ് ഇന്ത്യയൊട്ടുക്ക് ഓരോ സ്റ്റേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബ്യൂറോക്രസി ഇന്ത്യയിൽ എന്ന് കടന്നു വന്നോ അന്ന് മുതൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. മുകളിൽ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ ആരും ഉണ്ടെന്ന് ചോദിച്ചാൽ വെറും 10% മാത്രമേ ഉള്ളൂ. 90%കാരും താഴോട്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ദാരിദ്ര്യവാസികൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ബ്യൂറോക്രസി ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും കേരള സർക്കാർ എന്ന് മാത്രമല്ല, എനി സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിനെയും വാഴ്ത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം ഓരോ പൗരന്മാരും ചിന്തിക്കേണ്ട ഏക ഒരു കാര്യം, നമ്മൾ ലേബർ വിചാരിച്ചാൽ മാത്രമേ അത് സംഭവിക്കൂ. കാരണം ലേബർ ഒന്നടങ്കം പണിമുടക്കിയാൽ രാജ്യത്തിൻ്റെ ഖജനാവിൽ ഒരു മണ്ണാങ്കട്ടയും ഉണ്ടാവില്ല. കാരണം രാജ്യത്തെ ജനങ്ങൾ ജോലി ചെയ്യുന്ന സമ്പത്ത്, അത് ലേബർ എന്ന് പറഞ്ഞാൽ IASകാർ വരെ
സ്തംഭിപ്പിച്ചാൽ രാജ്യം സമ്പന്നാവസ്ഥയിലാകും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എങ്ങോട്ടാകും? ഖജനാവുണ്ട്, ഖജനാവിൽ ആരുടെ പൈസയാണ്? ഓരോ ലേബറും ജോലി ചെയ്യുന്ന അവൻ്റെ നികുതിയുണ്ട്. അവൻ ജോലിയെടുക്കുന്ന കൃഷി മേഖലയായിരുന്നാലും കാർഷിക മേഖലയായിരുന്നാലും മറ്റെല്ലാ നിർമ്മാണ മേഖലയായിരുന്നാലും അത്തരം ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം നമ്മുടെ ഒരു ഗ്രഹം പണിയപ്പോൾ എന്തെല്ലാം തരത്തിൽ ഗവൺമെൻറ്റിന് ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, ടോട്ടൽ എമൗണ്ടിൻ്റെ ടാക്സ്, ലാൻഡ് പർച്ചേസ് ചെയ്യപ്പോൾ അതിൻ്റെ നികുതി, അങ്ങനെ നികുതി ഒരുപാട് തരങ്ങളിൽ നികുതിയുണ്ട്. അത്തരം നികുതികൾ പിരിച്ചാണ് രാജ്യം നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോഴും ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും ആ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസയുടെ അംശം കൊണ്ടാണ് സാർ മുഖ്യമന്ത്രിയായാലും ഏത് മന്ത്രിയായിരുന്നാലും ഗവർണറായിരുന്നാലും എല്ലാവരും IAS ശമ്പളം മാറ്റി ഞമ്മം ഭക്ഷിക്കുന്നത്. അപ്പോൾ ലേബറെ പുച്ഛം, പാവപ്പെട്ടവനെ പുച്ഛം. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം തന്ന ഭരണഘടനയുണ്ട്. ഭരണഘടന പ്രകാരം സംവിധാനം എന്ന് പറയുന്ന സംവിധാനം, ജുഡീഷ്യറി രാജ്യത്തുണ്ട്. അത്തരം അനീതികൾ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും തുറങ്കലിൽ അടയ്ക്കാനുള്ള നിയമം രാജ്യത്ത് പര്യാപ്തമാണ്. അത് ഉപയോഗിക്കണം. അപ്പം ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കണം. സാധാരണക്കാരനെ സംരക്ഷിക്കേണ്ടത് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കടമയാണ്. അവൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ടാണ് നാം ഓരോ ഉദ്യോഗസ്ഥനും ഭക്ഷിക്കുന്നത് ഓരോ സമയവും. അത് നാം എപ്പോഴും ഓർത്താൽ കൊള്ളാം. അത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരായിരുന്നാലും തമിഴ്നാടായിരുന്നാലും കർണാടകയായിരുന്നാലും എല്ലാ സ്റ്റേറ്റും അത് ഓർത്താൽ കൊള്ളാം. കാരണം സെൻട്രൽ മിനിസ്ട്രി ഈ രാജ്യത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നിന്ന് കൊടുക്കപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് ദൂർത്തടിക്കുകയും ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെയും നികുതിയിൽ കള്ളക്കണക്ക് കൊണ്ടും അതുപോലെ തന്നെ മനുഷ്യൻ ഭക്ഷിക്കാത്ത വസ്തുക്കൾ FCI മുഖാന്തരം ഓരോ റേഷൻ കടകളിലും വിതരണം ചെയ്യുന്നു. സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്ന് നല്ല അരികൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ വിഹിതം കിട്ടുന്നുണ്ടായിരിക്കാം. ഓരോ ഗോഡൗണിലും കെട്ടിക്കിടക്കുന്ന പഴയ വസ്തുക്കളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ റേഷൻ കടകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് റേഷൻ കടകളിൽ സാമ്പിൾ ടിന്നുകളിൽ പ്രദർശിപ്പിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സാമ്പിൾ ടിന്നുകളിൽ ഗോതമ്പായിരുന്നാലും ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, 1, 2, 3 ഐറ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റൈസ്, അരി, ആ അരിയും അങ്ങനെയായിരുന്നു. ഓരോ ഉൽപ്പന്നങ്ങളും അങ്ങനെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, സാമ്പിൾ വെച്ചിരിക്കുന്ന സാധനം FCI സാമ്പിളായി കൊടുക്കും. അത് വെറും സിമ്പിൾ. രാജ്യത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത മാടുകൾക്ക് പോലും, മാടെന്ന് ഞാൻ പറയുന്നില്ല, കന്നുകാലി എന്ന് പറയുന്നില്ല, ജന്തുക്കൾക്ക് പോലും ഭക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള അതേ വസ്തുക്കൾ ഓരോ റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്നു. എത്രയോ ഭേദമാ കേരളത്തിൽ, പക്ഷേ അതിന്നും എത്രയോ ദൂരമാണ്, അകലമാണ്. അത്രപോലും മാട് പോലും കഴിക്കാത്ത, കന്നുകാലികൾ കഴിക്കാത്ത അതേ സാധനങ്ങളാണ് സാർ ഓരോ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നത്. നല്ല നല്ല സാധനങ്ങൾ, നല്ല നല്ല റൈസ് ഓരോ കൃഷി മേഖലയിലും നമ്മുടെ
ചാവൽ പോലത്തെ ഹിന്ദി ലേക്കിൻ എല്ലാ ഭക്ഷ്യധാന്യങ്ങളും സംഭരിക്കുന്നു. ആ സംഭരിക്കുന്ന നല്ല സാധനങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ പോകുന്നു സാർ, വിദേശത്ത് പോകുന്നു. അത് ഏറെ കമ്പനിയുടെ എന്ത് പറയുക, അദാനി അംബാനി ജയ്സ അങ്ങനെയുള്ള അംബാനിമാരുടെ കയ്യിൽ എത്തുന്നു. രാജ്യത്ത് വറ്റൽ മുളക് രാജ്യത്ത് കംപ്ലീറ്റ് രാജ്യത്ത് വറ്റൽ മുളകൾ സംരക്ഷിക്കുന്നത് ആരാണ്? സംരക്ഷിക്കുന്നു ആരുടെ പേരിൽ? ഓരോ സൊസൈറ്റികൾ രൂപീകരിക്കുന്നു. സാധാരണ ഒരു കൃഷിക്കാരന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടേണ്ട എങ്ങനെയാണ്? ആ വറ്റൽ മുളക് പൂവിടപ്പോൾ അപ്പോൾ തന്നെ അവന് നക്കാപ്പിച്ച പൈസ കൊടുത്ത് അദാനിയും അംബാനിയും വാങ്ങുന്നുണ്ട്. അവനത് പൂർണ്ണമായി വിളവെടുക്കണമെങ്കിൽ സർക്കാരിൽ നിന്ന് യാതൊരു സഹായവുമില്ല. അപ്പോൾ അദാനിയെയും അംബാനിയെയും ആശ്രയിച്ചേ മതിയാവൂ. അതാണ് സംവിധാനത്തിൻ്റെ ഏകനിഷ്ഠം ജോലി ചെയ്യുന്ന ഭരണകർത്താക്കൾ എന്ന് ഞാൻ പറയുന്നത്. ഭരണകർത്താക്കൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പോരാടാൻ നമ്മുടെ ഈ രാജ്യത്തെ ഓരോ പൗരനും അതിന് അവകാശമുണ്ട്. തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് നിങ്ങൾ എപ്പോഴും മുറവിളി കൂട്ടുന്നല്ലോ. സാധാരണക്കാരന് വേണ്ടി സാധാരണ നിത്യോപയോഗ സാധനങ്ങളുടെ വില കണ്ടുപിടിക്കാൻ നമ്മുടെ കേരളത്തിലും മാത്രമല്ല അനേകം സംസ്ഥാനങ്ങളിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കി. എന്തുപയോഗമുണ്ട് സാർ? കൺസ്യൂമർ ഫെഡ്, ഐസ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്തു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ഇന്നും ശമ്പളം വാങ്ങുന്നു. കാരണം കേരളത്തിൽ മദ്യവും ലോട്ടറിയും സിഗരറ്റും വരുമാനം കൊണ്ട് അവർക്ക് ഫിക്സാണല്ലോ അത്. കാരണം മദ്യം നിരോധിക്കാനും പറ്റില്ല, ലോട്ടറി നിരോധിക്കാനും പറ്റില്ല. സാധാരണക്കാരൻ ഒരാൾ ജോലി ചെയ്തു കൊണ്ടുവരുന്ന ആ തുച്ഛം വരുമാനത്തിൽ ജോലി ക്ഷീണം ഉണ്ടാകാം. അവൻ്റെ സ്വാതന്ത്ര്യം ഈ സാധനമില്ലെങ്കിൽ അവൻ കഴിക്കില്ല. പക്ഷേ അവൻ ഒരു ക്വാർട്ടർ വാങ്ങിയാൽ എത്ര പൈസയാണ് സാർ? സ്റ്റാൻഡേർഡായ ഒരു സാധനം വാങ്ങുമ്പോൾ എനിക്കറിയില്ല, എങ്ങനെ പോയാലും ജോലി ചെയ്യുന്നതിൻ്റെ 1/3 പൈസ പോകുമായിരിക്കാം. അവൻ ആഗ്രഹിക്കുന്നു എനിക്കും വലിയവനാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ലോട്ടറി എടുക്കുന്നത് ആരായിരുന്നാലും. പക്ഷേ അവൻ അപ്പോഴും 2 ടിക്കറ്റ് എടുക്കപ്പോൾ 80 രൂപ പോകും. പിന്നെ ബാക്കി എന്താണ് സാർ? 2 കുട്ടികൾ. നമ്മുടെ നാട്ടിൽ ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ സാർ, കൂട്ടു ഫാമിലിയല്ല. കാരണം 1 or 2 കുട്ടികൾ, 3 ഉണ്ടാകാം. ഭാര്യയ്ക്ക് ജോലി ഇല്ലായിരിക്കാം. ആ ഭാര്യയെയും ആ കുട്ടികളെയും എഡ്യൂക്കേഷൻ ചെയ്യിക്കണം. അതുപോലെ അവർക്ക് സാധാരണമായ ഫുഡുകൾ അവർക്ക് നൽകേണ്ടതുണ്ട്, എഡ്യൂക്കേഷൻ ചെയ്യിക്കേണ്ടതുണ്ട്. ട്യൂഷന് വിടാനൊക്കില്ല സാധാരണക്കാരന്. കാരണം അത് വൻ സമ്പന്നനും IAS പോലെ അതേ റാങ്കിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് കഴിയൂ സാർ. കാരണം സാധാരണക്കാരൻ ഇപ്പോഴും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. നമ്മുടെ VS അച്യുതാനന്ദൻ സഹാബ് പറഞ്ഞത് എത്രയോ ശരിയാണ്. നമ്മുടെ കാറൽ മാർക്സ് പണ്ടേ പറഞ്ഞിട്ട് മതം വിശപ്പിന് പരിഹാരമല്ല. ഇപ്പോൾ ഈ ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ജീവൻ എന്ന് പറയുന്ന ഈ ലോകത്തുള്ള ഭൂമി മൊത്തവും സമുദ്രം പോലും ഭൂമിക്ക് മുകളിലാണ്, മനുഷ്യൻ്റെ മുകളിൽ അല്ല. മനുഷ്യൻ എപ്പോഴും താഴെയാണ്. നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചതെന്താണ്? മനുഷ്യർ, എത്രയോ അധികം മനുഷ്യർ ഭൂമിക്കടിയിലാണ്. നാം ഭൂമിയുടെ മേൽ അല്ല. ഓരോ മനുഷ്യനും അത് ചിന്തിച്ചാൽ കൊള്ളാം. കാരണം ഇന്ന് അവൻ്റെ വീട്ടിൽ ദുഃഖമുണ്ടെങ്കിൽ നാളെ എന്ന് പറയുന്നൊരു ദിനമുണ്ടെങ്കിൽ
അതേ കണക്കവസ്ഥ വരും. എപ്പോഴും എല്ലാ കാലത്തും ഒരാൾ സമ്പന്നനായിരിക്കില്ല. ഒരു തൊഴിലാളിക്ക് എപ്പോഴും ഒരു മുതലാളിയാകാനുള്ള സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ഒരു മുതലാളിയും ഒരു തൊഴിലാളിയാകാൻ ആഗ്രഹിക്കില്ല. അതാണ് ലോക തൊഴിലാളികളെ ഞാൻ പറയുന്നു. ലോക തൊഴിലാളികളെ, അത് ഏത് പാർട്ടി എന്നല്ല, ഏതൊരു പാർട്ടിക്കാരനായിരുന്നാലും അവരെല്ലാവരും മനുഷ്യരാണ്. കാരണം നമുക്ക് തൊഴിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോ സാധാരണക്കാരൻ്റെ വീട്ടിലും, ഓരോ IAS വീട്ടിലും, ഓരോ മന്ത്രിമാരുടെ വീട്ടിലും അന്നം ഭക്ഷിക്കാൻ കഴിയൂ. രാജ്യം മൊത്തം സമ്പന്നം അവസ്ഥയിലായാൽ ഒരു വീടും അന്നം ഭക്ഷിക്കില്ല. ആ അവസ്ഥയാകും. അതാണ് തൊഴിലാളി. അതാണ് തൊഴിലാളി സാർ. കാരണം ലോകത്തെ നയിക്കുന്നത് സാക്ഷാൽ തൊഴിലാളികളാണ്, ലേബർ. അതുകൊണ്ടാണ് ലേബർ ഇന്ത്യ എന്ന് പറയുന്നത്. ലേബർ ഇന്ത്യ. ലേബർ ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല, ലോകമില്ല, ഒരു രാജ്യവുമില്ല. തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്ത് കൃഷി മേഖല മുതൽ എയർപ്ലെയിൻ ഉണ്ടാക്കുന്നത് വരെ, ടൈറ്റാനിയം പോലെ ISR മുതൽ എല്ലാ മേഖലയിലും തൊഴിലാളികൾ തൊഴിൽ ചെയ്ത് കൊണ്ടാണ് ഓരോ സ്ഥാപനങ്ങളും ഓരോ ഉപകരണങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. തൊഴിലാളിയാണ്. അപ്പോൾ സംവിധാനത്തിൻ്റെ പ്രധാന ഉറവിടം തൊഴിലാളിയാണ് സാർ. കാരണം തൽക്കാലം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഈ രാജ്യത്ത് എല്ലാ സ്റ്റേറ്റുകളോടും ഞാൻ അപേക്ഷിക്കുന്നു, ഇന്ത്യ ഗവൺമെൻറ്റോടും ഞാൻ അപേക്ഷിക്കുന്നു താഴ്മയായി, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ സാർ? വാഹന പുക പരിശോധിക്കാൻ ഓരോ ഏജൻസിക്ക് നിങ്ങൾ കൊടുത്ത് ഓരോ എമൗണ്ട് ഓരോ വാഹനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. സാധാരണക്കാരൻ അന്നം ഭക്ഷിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ഒരു സ്ഥാപനത്തിലും വില പട്ടിക ഇല്ല. മാർജിൻ ഫ്രീ എന്ന് പറയുന്ന ചെല്ലപ്പേരിൽ ഇന്ത്യ ഒറ്റക്കും പ്രധാനമായി കേരളത്തിൽ വമ്പൻ മുതലാളികളെ, വമ്പൻ സ്രാവുകളെ കയ്യിൽ ഏൽപ്പിച്ചു വ്യാപാരം. അപ്പോൾ എങ്ങനെ വില പട്ടിക വയ്ക്കും? മാർജിൻ ഫ്രീ. സാധാരണ കടയിൽ പോയി വാങ്ങപ്പോൾ 1 കിലോ പയർ നാം വാങ്ങപ്പോൾ 150 രൂപയാണെങ്കിൽ മാർജിൻ ഫ്രീ യഥാർത്ഥ വില 170. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ എന്ന് വെച്ചാൽ 18 രൂപ നമുക്ക് കുറച്ച് തന്നു. അപ്പോഴും സാധാരണക്കാരൻ്റെ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്നും 2 രൂപ അധികമാണ് സാർ. അതുപോലെ തന്നെ A to Z എല്ലാ സാധനങ്ങളും ആ രീതിയിൽ തന്നെയാണ് ഈ രാജ്യത്ത്. ഓരോ കടക്കാരും സാധാരണക്കാരൻ വലിയ വമ്പൻ കടകളിൽ നിന്ന് 5 കിലോ പയർ, 50 കിലോ അരി വാങ്ങിവെക്കപ്പോൾ അവന് നക്കാപ്പിച്ചയാണ് കിട്ടുന്നത്. അവൻ വില പട്ടിക വെച്ചില്ലെങ്കിൽ ദുഃഖമില്ല. വലിയ വലിയ സ്റ്റോറുകളുണ്ട് സാർ, അവിടെ പോലും വില പട്ടിക പ്രദർശിപ്പിക്കുന്നില്ല. അപ്പോൾ സാധാരണക്കാർക്ക് ജോലി ചെയ്ത് വരപ്പോൾ, അവൻ ക്ഷീണിതനായി വരപ്പോൾ അവൻ 1 കിലോ അരിയും 1/4 കിലോ പയറും 10 രൂപയുടെ വറ്റൽ മുളകിൽ ഇപ്പോൾ കിട്ടില്ല. കാരണം 50 രൂപയിൽ കുറഞ്ഞ് വറ്റൽ മുളക് കിട്ടില്ല സാധാരണ കടയിലായിരുന്നാലും. കാരണം ആ അവസ്ഥയാണ്. കാരണം പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യമായി മാറുന്നു ഇന്ത്യ. ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ബ്യൂറോക്രസിയാണ് സാർ. അത് കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ സംഭവ നീ യുഗേ യുഗേ. വരുന്നതും നല്ലതിന്, വരാനിരിക്കുന്നതും നല്ലതിന് എന്ന് നിങ്ങൾ ഓർക്കുക. വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഓരോ രാഷ്ട്രീയക്കാരും അതേ രീതിയിൽ രാജ്യം ഭരിച്ചാൽ
ഓരോ സ്റ്റേറ്റും ഭരിച്ചാൽ ജനങ്ങൾ ഒപ്പമുണ്ടാകും, ഇല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകില്ല സാർ. എന്തിനാണ് സാർ ഡെമോക്രസി? എന്തിനാണ് സാർ ജനാധിപത്യം? അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചില്ലേ? കാരണം എത്രയോ ജീവൻ ത്യജിച്ച് ജാതിഭേദമന്യ ജാതിഭേദം മതദ്വേഷം യാതൊമില്ലാ സർവരും സോദരാത്മാന വാഴുന്ന ആ മാതൃകാ സ്ഥാനമാണ് ഇന്ത്യ, വിശേഷിച്ചും കേരളം. ഞാനൊരു ശ്രീനാരായണീയ സമാജത്തിൽ ജനിച്ചു, എനിക്ക് ജാതിയില്ല. എന്നാൽ ജാതി പറഞ്ഞാൽ ജാതി പറയും. ജാതി പറഞ്ഞാൽ ഞാൻ എവിടുന്ന് വന്നു, നീ എന്ത് ജാതിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ പറയും. കാരണം എന്തെന്നാൽ ത്യാഗം സഹിച്ച ആ ഒരു സമുദായത്തിൽ നിന്ന് തന്നെയാണ് ഞാനും ജനിച്ചത്. ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തും നാരായണീയർക്കും അദ്ദേഹത്തിൻ്റെ വചനത്തിനപ്പുറം സഞ്ചരിക്കാൻ ശ്രീനാരായണീയനായ സത്യസന്ധന്മാരായ ഒരാൾക്കും കഴിയില്ല. എല്ലാ ജാതികളെയും ഒപ്പം നിർത്തി. അത് തന്നെയാണ് ശിവഗിരി സന്നിധിയിൽ ഓരോ വർഷവും ഡിസംബർ 29, 30, 31 തീർത്ഥാടനമായി അദ്ദേഹം പണ്ടേ എഴുതി വച്ചിരുന്നു. കാരണം എല്ലാവരും ഒത്തുകൂടാനുള്ള സമയം. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കും. ഇസ്ലാമുമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്. സകല ജാതിക്കാരെയും സമ്പത്ത് കൂട്ടി ചേർത്തുകൊണ്ടാണ് ആ മഹാദിനങ്ങൾ കടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോഴും പണ്ട് ഒരു കാലഘട്ടത്തിൽ ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മറ്റ് ഒരു സംവിധാനത്തിൻ്റെ ആ അന്തർധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന ആ മനുഷ്യൻ. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാർദ്ധക്യ അവസ്ഥയായപ്പോൾ അതിനുശേഷം ലീഡർ കെ കരുണാകരന് ശേഷം ഉമ്മൻചാണ്ടി സാറായിരുന്നു. അതുപോലെ തന്നെ EK നായനാരും VS അച്യുതാനന്ദനും. ഞാൻ സംസാരിക്കപ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കപ്പോൾ അവിടെ എനിക്ക് പാർട്ടിയില്ല. കാരണം രാജ്യത്തെ ഞാൻ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ കടന്നു. ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ എന്ത് തൊഴിലെന്ന് നിങ്ങൾ അവസാനം എന്തെങ്കിലും ഒരു ദിനമുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രാം വയസ്സിൽ നിന്ന് ഞാൻ എത്ര എല്ലാവരും പറയും നീച്ച്കാമി, ഹിന്ദിയിൽ പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ താഴ്ന്ന ജോലി. ആ താഴ്ന്ന ജോലി വരെ ചെയ്ത് തന്നെയാണ് ഞാൻ മോഷണം ചെയ്തല്ല ഞാൻ ഭക്ഷിച്ചത്. കാരണം ഞാൻ അധ്വാനിച്ച് പലർക്കും നൽകിയിട്ടേ ഉള്ളൂ. ഞാൻ ഒരു മനുഷ്യൻ്റെയും അന്നം പിടിച്ചു വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ഞാൻ കഴിക്കുന്ന ഭക്ഷണം രണ്ടാൾക്കെങ്കിലും നൽകിയിട്ടേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദിനം അന്നം ഭക്ഷിക്കപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ, പണ്ട് എല്ലാ വീട്ടിലും തട്ടുണ്ട്, തട്ടുമേൽ ഒരു കുട്ട ഉണ്ടായിരുന്നു. ആ കുട്ടയിൽ ഒരു ശബ്ദം നേരിട്ട് അദ്ദേഹത്തിന് കാണാനുള്ള ശേഷിയുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 കുട്ടികളോ 3 കുട്ടികളോ 2 കുട്ടികൾ പൂച്ച, ഹിന്ദിയിൽ പറഞ്ഞ ബില്ലി, ആ 2 കുട്ടികളെയും അമ്മയ്ക്കും ചേർത്ത് 3 ഉരുള അദ്ദേഹത്തിൻ്റെ അന്നത്തിൽ നിന്ന് ഉരുട്ടി വെച്ചിട്ട് പറഞ്ഞു, പാർത്ഥ നീ ആ തട്ടുമേൽ പോയി അവർക്ക് അന്നം കൊടുത്തിട്ട് വാ. അതാണ് ആ പാരമ്പര്യമാണ്. അതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനം. കാരണം ജനസേവനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. ശ്രീനാരായണ ഗുരുദേവന്റെ ഉദ്ദേശവും ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു. എപ്പോഴും എന്താ പറയുന്നത്, അദ്ദേഹത്തിന് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മുടെ ചട്ടമ്പി സ്വാമിജികളുടെ തിരുവടികളുടെ മുമ്പിൽ ചെന്ന്, ഗുരുവേ
എൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയായി. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? അല്ലയോ നാണു, അല്ലയോ നാണു, നീയാണ് ശ്രീ നാരായണ ഗുരു. നീ ആണ് ഗുരു, ഞാനല്ല, നീ ഗുരുവാണ്. അപ്പോ അത്രത്തോളം മാർഗദർശനം നൽകിയ ചട്ടമ്പി സ്വാമിജികളും അയ്യങ്കാളിയും അയ്യാ ഗുരുവും സ്വാമി വിവേകാനന്ദനും പിറന്ന രാജ്യം, ആ രാജ്യത്താണ് ഇത്രയും നീചമായ നികിഷ്ടമായ ആ സത്യസന്ധമായ ധർമ്മത്തെ ധ്വംസിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ സ്റ്റേറ്റും ഇന്ത്യ ഗവൺമെന്റും ലോകവും ലോകത്തും ജാതിയുടെ പേരിൽ ഹിംസിക്കുന്നു. അത്തരം ഹിംസ അവസാനിപ്പിക്കാനും ലോക യുദ്ധം അവസാനിപ്പിക്കാനും ലോക നേതാക്കളെ, ഒരു പാവപ്പെട്ടവൻ, ഗരീബ്, ഹിന്ദിയിൽ പറഞ്ഞാൽ ഗരീബ്, കേരളത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഞാനൊരു പാവപ്പെട്ടവൻ, എൻ്റെ അപേക്ഷയാണ്. എന്തിനു വേണ്ടി എന്നാൽ ലോകത്തുള്ള എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയാണ്. ഞാൻ അവരുടെ അപേക്ഷയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജയ് INDC.